ഉണ്ട്. അതാണ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2022 കൊണ്ടുവന്ന PM ശ്രീ. അതിനകത്ത് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഇടനില പ്രവർത്തിക്കുകയും, ഒരു അന്തർധാര പ്രവർത്തിക്കുകയും, ഒരു അവിശുദ്ധ ബന്ധം പ്രവർത്തിക്കുകയും, അതുപോലെ തന്നെ ഒരു അവിഹിത ബന്ധം പ്രവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വഴി വെളിച്ചത്തായിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അതിശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിന് വരുത്തി വച്ചിരിക്കുന്നത്. അതുകൂടാതെ വിലക്കയറ്റം, അതുപോലെ പെൻഷനുകൾ നിർത്തിവെച്ചത്, അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ ആശുപത്രികൾ ഒരിടത്തും മരുന്നില്ല, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഇല്ല. അത് കോടിക്കണക്കിന് രൂപ മെഡിക്കൽ കോർപ്പറേഷന് കൊടുക്കാനുണ്ട്. അധ്യാപകർക്ക് ശമ്പളമില്ല, NGOമാർക്ക് ശമ്പളമില്ല, പെൻഷൻകാർക്ക് പെൻഷനില്ല, ക്ഷേമ പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുന്നു. ജനങ്ങളെ പറ്റിക്കാനാണ് 10,000 കോടി രൂപയുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയതെങ്കിലും ജനങ്ങൾ ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ടാണ് കേട്ടിരിക്കുന്നത്. UDF പൂർവാധികം ശക്തമായി കേരളത്തിൽ അധികാരത്തിലേക്ക് മടങ്ങി വരും. പിണറായി വിജയന് ഇനി 5 കൊല്ലം വിശ്രമിക്കാമെന്നുള്ളതിൻ്റെ സൂചന കേരളത്തിലെ ജനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയിരിക്കുകയാണ്. UDFൻ്റെ ഈ വിജയത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷങ്ങൾക്ക് ആധിപത്യമുള്ള കാസർഗോഡും ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. പല ബ്ലോക്ക് പഞ്ചായത്തിലും ഞങ്ങൾ അധികാരത്തിൽ വരും. ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലിരുന്ന പല പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചിരിക്കും. കാസർഗോഡ് കേരളം നൽകുന്നൊരു സൂചനയാണ് കാസർഗോഡ് നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്.